കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റ് ആളുകളുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ചില ശ്രദ്ധേയമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയാൽ അതിലേറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് അസദുദ്ദീൻ ഒവൈസിയുടെ സത്യപ്രതിജ്ഞയാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സാധാരണ നിലയ്ക്ക് ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഗതികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുക, ദൈവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ പേരിൽ അല്ലെങ്കിൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകളുണ്ട്. ഒപ്പം സത്യപ്രതിജ്ഞ പൂർത്തിയാക്കുമ്പോൾ ആളുകൾ അവരുടെ പറയാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്കൽ സ്ലോഗൻസോ അല്ലെങ്കിൽ ഒരു സന്ദേശമോ ഒക്കെ അതിൻ്റെ കൂടെ പറയുക എന്ന് നമുക്ക് കാണാറുണ്ട്. അസദുദ്ദീൻ ഒവൈസി 4 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് ജയ് ഫലസ്തീനാണ്. ജയ് ഭീമൊക്കെ അദ്ദേഹം അതിനോട് പറയുന്നുണ്ട്. ജയ് ഫലസ്തീൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒന്നാണ്. അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും വീഡിയോ വൈറലാവുകയും അപ്പോൾ അതിനുശേഷം അസദുദ്ദീൻ ഒവൈസിയുടെ വീടിൻ്റെ മുമ്പിൽ ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുറേ ഹിന്ദുത്വ സംഘം കവരുകയും അവിടെ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഫലസ്തീനിലെ ഡെവലപ്മെൻറ്റ്സ് നമുക്കറിയാം. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഫലസ്തീനിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ വേട്ട തുടരുകയാണ്. അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഫലസ്തീൻ അനുകൂലമായി ഒരു മുദ്രാവാക്യം ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റിൽ മുഴക്കുന്നു. പുതിയൊരു പാർലമെൻറ്റ് സെഷനിൽ ഒരു MP എന്നതിൻ്റെ ഒരു പ്രസക്തി കൂടി എന്താണെന്ന് സംസാരിക്കാമെന്നാണ് നമ്മൾ രണ്ടാമത് വിചാരിക്കുന്നത്. ദൗസവൻ എന്താണ് തോന്നുന്നത് ഈ ടോട്ടൽ സംഗതികൾ കാണുമ്പോൾ? ഇതിൽ അസദുദ്ദീൻ ഒവൈസി ജയ് പലസ്തീൻ എന്ന് വിളിച്ചത് അത് സത്യപ്രതിജ്ഞയുടെ ഭാഗമാണെന്ന് പറയാൻ പറ്റില്ല. സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് നേതമായിട്ടുള്ള ആ വാചകങ്ങളാണ്. ആ വാചകങ്ങൾ ഉരുവിട്ട ശേഷം എല്ലാവരും അവരുടെ പൊളിറ്റിക്കൽ സ്ലോഗൻസ് വെക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് ജയ് ഹിന്ദു രാഷ്ട്ര എന്ന് പറയുന്നുണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധി വന്നിട്ട് ജയ് സംവിധാൻ, ജയ് ഭാരത്, ജയ് സംവിധാൻ എന്ന് പറയുന്നുണ്ട്. അസദുദ്ദീൻ ഒവൈസി കുറച്ചും കൂടെ അദ്ദേഹം കുറച്ചും കൂടെ സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കുറേ ജയ് വിളിക്കുന്നുണ്ട്. ജയ് ഭീം വിളിക്കുന്നു, ജയ് മീം വിളിക്കുന്നു, ജയ് തെലങ്കാന വിളിക്കുന്നു, പിന്നെ അല്ലാഹു അക്ബർ വിളിക്കുന്നു. ആ കൂട്ടത്തിലാണ് ജയ് ഫലസ്തീൻ വിളിക്കുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് വെച്ചാൽ സത്യപ്രതിജ്ഞയുടെ ഭാഗമായിട്ട് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അതിന് സത്യപ്രതിജ്ഞ നേതമായ വാചകങ്ങളുണ്ട്. പക്ഷേ ഇത് സത്യപ്രതിജ്ഞയുടെ ഭാഗമല്ല. അപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇങ്ങനെ ജയ് ഫലസ്തീൻ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ പരാതി പോയിട്ടുണ്ട്. അവരത് പരിശോധിക്കട്ടെ. പക്ഷേ അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയരുന്ന ഒരു സ്ഥലമാണ് പാർലമെൻറ്റ്. ഇനി അഥവാ അതിൻ്റെ ഒരു സാങ്കേതികത്വം പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ പാർലമെൻറ്റിൽ മറ്റൊരു രാഷ്ട്രത്തിന് വേണ്ടി ജയ് വിളിച്ചു എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പക്ഷേ അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ഇതേ പാർലമെൻറ്റിലാണ് പാർലമെൻറ്റ് അംഗമായ ഒരു സഹപ്രവർത്തകനെതിരെ ബഡ്വ, ആതങ്ക്വാദി എന്നൊക്കെ കഴിഞ്ഞ ഒടുവിലത്തെ സെഷനിൽ വിളിച്ചത്. അന്ന് രമേഷ് ബിണ്ടൂരി എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധനായിട്ടുള്ള BJPയുടെ MP ആക്രോശിക്കുകയായിരുന്നു. ആ ഡാനിഷ് അലി എന്ന് പറയുന്ന ആ BSPയുടെ അംഗത്തിന് കരയേണ്ടി വന്നു അതേക്കുറിച്ച് സംസാരിച്ചിട്ട്. അപ്പോൾ അയാൾ അങ്ങനെ ഈ ബിണ്ടൂരി ഈ ആക്രോശം നടത്തിക്കൊണ്ടിരിക്കുക തൊട്ടുപിറകിൽ രവിശങ്കർ പ്രസാദ് എന്ന് പറയുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള BJPയുടെ നേതാവ്, ഹർഷ് വർദ്ധൻ എന്ന് പറയുന്ന ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ് സ്പോക്കൺ ഭയങ്കര സിവിലൈസ്ഡ് ആയിട്ടുള്ള ഭയങ്കര സംഭവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവരുടെ മിനിസ്റ്റർ, ഇവരെന്താ ചിരിക്കുന്നത്? ആർത്ത് ചിരിക്കുകയാണ് ഈ ബിണ്ടൂരിയുടെ ആക്രോശങ്ങൾ കേട്ടിട്ട്. എന്നിട്ട് അതേക്കുറിച്ച് അതിന് എന്തെങ്കിലും നടപടി അതിലുണ്ടായോ? ആ നിമിഷം ആ ബിണ്ടൂരിയെ പിടിച്ച് സഭയ്ക്ക് പുറത്തിടേണ്ടതാണ്. പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല. എന്തോ ഒരു വളരെ സോഫ്റ്റായിട്ടുള്ളൊരു താക്കീതാണ് ആഴ്ചകൾക്ക് ശേഷം പോകുന്നത്. നോക്കൂ നിഷ, അത് മിനിയാന്ന് ഈ ഓം ബിർള സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് നന്ദി പറയുന്ന ആ സെഷനിൽ ഓരോ പാർട്ടിയുടെ ആളുകൾ അദ്ദേഹത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവ് പ്രതിനിധി ആഖാ മെഹ്ദി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് ഓം ബിർളയ്ക്ക് ഇത് കൊടുത്തുകൊണ്ട്. അപ്പോൾ അതിൽ പറയുന്നത്, സാർ കഴിഞ്ഞ തവണയും അങ്ങ് തന്നെയായിരുന്നു സഭാധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. ഈ സഭയിലെ ഒരു സഹപ്രവർത്തകൻ മാരകമായി സഹപ്രവർത്തകനെ മാനസികമായി മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഒരു അംഗം അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ അതിലങ്ങൊരു നടപടിയും എടുത്തില്ല. അത് അങ്ങയുടെ ആ നിലപാട് ശരിയായിരുന്നില്ല, പാർലമെൻറ്റിന് തന്നെ കളങ്കമായിരുന്നു എന്ന് അത്തരം നടപടികൾ താങ്കൾ തുടരുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞിട്ടാണ് അദ്ദേഹം. പക്ഷേ ഇതേ സ്പീക്കർ അത് തടസ്സപ്പെടുത്തുകയാണ്. എന്നാലോചിച്ച് നോക്കൂ, ഇത്രയും വഷള ഇന്ത്യൻ പാർലമെൻറ്റ് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധമുള്ള തനി വർഗീയത, വഷളത്തരം,
ഒരു പാർലമെൻറ്റ് അംഗം പറയുന്നു, അതിന് സ്പീക്കർ ഇടപെടുന്നില്ല. സ്പീക്കർ ഇടപെട്ടില്ല എന്നതിനെക്കുറിച്ച് ഒരംഗം ഓർമ്മിപ്പിക്കുമ്പോൾ അത് പറയാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ പ്രിവിലേജ് എന്ന് പറയുന്ന സംഭവം എന്താണ്? അതാണ് ഇന്ന് അസദുദ്ദീൻ ഒവൈസി ചോദിക്കുന്നത്. അസദുദ്ദീൻ ഒവൈസി പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ വീട് ആക്രമിക്കപ്പെട്ടത് എത്രാമത്തെ തവണയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, എനിക്കത് കൗണ്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അറിയാവുന്നതാണ്. ഓരോ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിനൊരു കല്ലെറിയുക, ചെളിവാരി എറിയുക, മതിലിൽ എഴുതി വെക്കുക എന്നുള്ള പരിപാടിയുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ കോൺവോയ്ക്ക് നേരെ വെടിവെപ്പ് ഉണ്ടാകുന്നുണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം അമിത്ഷായോട് ചോദിക്കുന്നു, അമിത്ഷായ്ക്കാണല്ലോ ഡൽഹിയിലെ ലോ ആൻഡ് ഓർഡറിൻ്റെ ഉത്തരവാദിത്വം, അമിത്ഷാ അങ്ങ് എന്തെടുക്കുകയാണ്? ഓം ബിർളയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ അങ്ങ് പാർലമെൻറ്റ് അംഗങ്ങളെ സംരക്ഷിക്കുന്നത്? പാർലമെൻറ്റ് അംഗങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? സ്പീക്കർക്കാണ്. അപ്പോൾ ഇത് നടക്കുന്നില്ല. അപ്പം പാർലമെൻറ്റിന് അകത്തെന്താണ്, ലോക്സഭയ്ക്ക് അകത്തെന്താണ് നമുക്കറിയാം. പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ സാധിക്കുന്നില്ല, സംസാരിച്ചാൽ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം മറികടന്ന് സംസാരിക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ഒവൈസി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും നമുക്ക് വിയോജിപ്പുകളുണ്ടാവും. പക്ഷേ ഈ പാർലമെൻറ്റിലെ ഏറ്റവും മുഴക്കമുള്ള ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ. എന്താണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും മൂർത്തമായ ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ പ്രശ്നം എന്താണ്? മുസ്ലിം എന്നുള്ളത് അപരസ്ഥാനത്ത് നിർത്തപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, മുസ്ലിം എന്നുള്ളത് അപരസ്ഥാനത്ത് നിർത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുകയാണ് എന്ന് പറയുന്നത് പോലും ഒരു അതിക്രമമായി, അതൊരു ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടുന്ന ഒരു കാലത്ത് മുസ്ലിം എന്ന കാറ്റഗറിയെ സവിശേഷമായി അഭിസംബോധന ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങളെ സവിശേഷമായി മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും അത് ദൃഢമായി ഉന്നയിക്കുകയും ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുകയും അതിനെ ഏറ്റവും മികവാർന്ന ഭാഷയിൽ, നല്ല ഉറുദുവിൽ, നല്ല ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അസാധാരണ പാർലമെൻ്ററിയൻ എന്നുള്ളതാണ് ഒവൈസിയുടെ പ്രത്യേകത. അപ്പോൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഇതാണ്. അപ്പോൾ അകത്തും പുറത്തും അദ്ദേഹം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പോലും സുരക്ഷയില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. നാസർകേട്ടേക്കെന്താണ് ഇത്? പിന്നെ ഒവൈസിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഒവൈസി ഒരുപാട് സിന്ദാബാദ് വിളിച്ചു എന്ന്, ജയ് ഭീമും മീമും അത്രയും തരത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ്. ആ പ്രകോപനം അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പേര് വിളിച്ചപ്പം അദ്ദേഹം കടന്നു വരുമ്പോൾ തന്നെ അപ്പുറത്ത് പിന്നെ ജയ് ശ്രീറാം വിളിക്കുകയായിരുന്നു. ജയ് ശ്രീറാമും ജയ് ഹിന്ദുരാഷ്ട്രം വിളിക്കായിരുന്നു. ആ വിളികൾ കേട്ടുകൊണ്ട് വന്നപ്പോഴാണ് അദ്ദേഹം അതിനുള്ള മറുപടി എന്ന മട്ടിൽ തുടങ്ങിയതും. അദ്ദേഹം തുടങ്ങിയത് തന്നെ അഹൂദുല്ലാഹിമിന് ഷെയ്ത്ത് റജീവ് എന്ന് പറഞ്ഞിട്ട്, പിശാചിൽ നിന്ന് ഞാൻ സംരക്ഷണം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ പറയുന്നതൊക്കെയും പിന്നെ വിളിച്ചുകൊണ്ടും അവസാനം പലസ്തീൻ വിളിച്ചുകൊണ്ട് അവസാനിപ്പിച്ചത്. സംഭവം അതല്ല, അതിന് പുറത്ത് നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ ചെയ്തത്, വീട് ആക്രമിച്ചിട്ട് വീടിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിനെ പിന്നെ അതിൻ്റെ മുകളിൽ മറ്റേ കരിയോല ഇതൊക്കെയാണ് ചെയ്തത്. ഈ സംഭവം ദാവൂദ് പറഞ്ഞതുപോലെ ഇത് പിന്നെ ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്നും ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പോലും മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ളതിന് എല്ലാം ഏറ്റവും അവസാനത്തെ തെളിവ് മാത്രമാണ്. ഇതിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ നേരത്തെ ഇപ്പം ഈ ലക്ഷദ്വീപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും, ലക്ഷദ്വീപിലേക്ക് പിന്നെ ഈ എന്താണ് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഒരു പിന്നെ സംഘം പോകണമൊക്കെ, അങ്ങനെ പോവുകയാണെങ്കിൽ അത് ലക്ഷദ്വീപിലേക്ക് അല്ല പോകേണ്ടത്, ശരിക്കും ഡൽഹി അടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നതിന് ശേഷം ഡൽഹിയിൽ, അലിഗഡിൽ, യു പിയിൽ പല സ്ഥലങ്ങളിലും, പിന്നെ ഗുജറാത്തിൽ, മധ്യപ്രദേശിൽ, ഇന്നലെ അസമിൽ, ഇത്രയും സ്ഥലത്ത് നടന്നിരിക്കുന്ന ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു തുടങ്ങി. ഡൽഹി പിന്നെ മോദിയുടെ മൂന്നെഴുത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ലാന്ന്. കൊലപാതകങ്ങൾ 6-7 കൊലപാതകം നടന്നു. ഇന്നലെ അസാമിൽ നടന്നതെന്ന് വെച്ചാൽ, അസാമിലെ ഒരു പിന്നെ സർക്കാർ വനഭൂമിക്ക് അകത്തുകൂടെ ഒഴുകുന്ന ഒരു പുഴയിൽ മീൻ പിടിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട്, ഈ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന, പ്രാദേശികമായിട്ട് മീൻ പിടിച്ച് ജീവിക്കുന്ന ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ 2 സഹോദരന്മാർ മീൻ പിടിക്കാൻ പോയപ്പം വനം വകുപ്പുകാർ പിന്നെ ക്ലോസ് റേഞ്ചിൽ വെടിവെച്ച് കൊന്നു. എന്നിട്ട് അതിനെ പിന്നെ ആദ്യം പറഞ്ഞു പിന്നെ വനത്തിൽ കിടന്നിട്ടാണ്, രണ്ടാമത് പറഞ്ഞു പിന്നെ ഏറ്റുമുട്ടലുണ്ടായതാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞു വ്യാജ ഏറ്റുമുട്ടലാണ്. ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അൽ ജസീറയിലൊക്കെ വന്ന സംഭവം എന്താ വെച്ചാൽ, ഈ ഹിന്ദുക്കൾ തോറ്റിടങ്ങളിൽ മുഴുവൻ, അല്ല ഈ പിന്നെ ഹിന്ദു രാഷ്ട്രീയ പാർട്ടി BJP തോറ്റിടങ്ങളിൽ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരെ ഈ മോബ് ലിഞ്ചിങ്ങും ഇത്തരം സംഗതികളും തുടങ്ങിക്കഴിഞ്ഞതാണ്. ഈ പെരുന്നാൾ ദിവസത്തിൽ പിന്നെ ഉത്തർപ്രദേശിൽ ലക്നൗക്ക് അടുത്തൊരു സ്ഥലത്ത് പെരുന്നാൾ ദിവസത്തിൽ പിന്നെ
പെരുന്നാൾ ദിവസത്തിൽ ബീഫ് വീട്ടിലെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് 13 വീടുകൾ പൊളിച്ചത്. ഗുജറാത്തിലെ ഒരു പിന്നെ ഈ വീട് സമുച്ചയം ഉണ്ടാക്കിയത്, നമ്മളെ ലൈഫ് പദ്ധതി പോലത്തെ വീട് സമുച്ചയം ഉണ്ടാക്കിയിട്ട് വീടുകൾ ആളുകൾക്ക് പിന്നെ അലോട്ട് ചെയ്യുന്ന സമയത്ത് 65 വീടുകൾ ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് ഒരു വീട് ഒരു മുസ്ലിം സ്ത്രീയെ ആ നാട്ടുകാരിയായ ആ പ്രദേശത്തുകാരിയായ ഒരു മുസ്ലിം സ്ത്രീയെ പരിഗണിച്ചു എന്നിട്ട് അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആളുകളെല്ലാവരും കൂടെ സംഘടിച്ചിട്ട് അവർക്കെതിരെ നിൽക്കുകയാണ് ചെയ്തത്. ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ ഈ പുറത്തവർക്ക് യാതൊരു ലക്ഷ്യം ഇതാരും ഉന്നയിക്കുന്നില്ല. നേരത്തെ ലക്ഷദ്വീപിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വലിയ തോതിൽ ഇത് വാർത്തയാവുന്നില്ല. പുറത്തുനിന്ന് അൽ ജസീറ പോലെ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള സാധനങ്ങൾ വാർത്തയായിട്ട് പോലും ഇന്ത്യക്കകത്ത് അത്ര വലിയ തോതിൽ വാർത്തയാവുന്നില്ല. തന്നെയുമല്ല CPM കേന്ദ്ര കമ്മിറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സീതാറാം യെച്ചൂരി ആവശ്യപ്പെടുകയും അല്ലാതെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇതത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല. ആ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് ഇത് രക്ഷയില്ല എന്നുള്ള തുറന്ന പ്രഖ്യാപനം തന്നെയാണ്. നിങ്ങളുടെ ഇത്രയൊക്കെ പറഞ്ഞ ഇത്രയൊക്കെ ഔട്ട്സ്പോക്കണായ അല്ലെങ്കിൽ ഇത്രയൊക്കെ മുസ്ലിം പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അതിന് ബാധ്യസ്ഥനായ ഒരു MP പോലും ഞങ്ങൾ തലസ്ഥാന നഗരിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് കാണിക്കുകയാണ് ഈ നടപടി കൊണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലതരം മാനങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യത്തിലുണ്ട് എന്നതാണ്.